യെസ്. ഇത് അച്ഛന്റെ നമ്പറായിരുന്നു. ഹലോ, ഇത് ആരാ ഇത്? മറ്റേ അച്ഛനല്ലേ? ആരാ ഇത്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആഹാ. അച്ഛോ, എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. ആരാ സംസാരിക്കുന്നത്? എനിക്ക് ആളിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആഹാ. എന്നെ വിളിച്ചതാ. എനിക്ക് മനസ്സിലായില്ല. എവിടുന്ന വിളിക്കുന്നത്? എന്താ വിളിക്കുന്ന കാര്യം? തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല. ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തായിരുന്നു മാറ്റർ? അച്ഛോ, അച്ഛനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. എന്ത് പറ്റി ഇപ്പൊ? ഞാൻ എന്ത് ബഹുമാനത്തിന്? ഞാൻ ഒരു കാര്യവും ആരോടും ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം കുറയ്ക്കത്ത പോലെ. അച്ഛോ, ഇപ്പോഴും ബഹുമാനമുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. അച്ഛോ, എന്തിനാ അച്ഛോ? പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേ? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ ഒക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. അച്ഛോ, ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മൾ തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ? ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. ആയിക്കോട്ടെ അച്ഛോ, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ. നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന്. എനിക്ക് അതിന്റെ ഫോൺ നമ്പർ അറിയത്തില്ല. നമ്മളങ്ങനെ വിളിക്കാൻ നമ്മളങ്ങനെ, കാരണം അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ഒരു ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിംഗിൽ നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് സിസ്റ്ററെ എവിടെ നിന്ന് പോലും അറിയത്തില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളെന്നെ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ. ഇല്ല, അച്ഛൻ എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛാ, എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ സിസ്റ്റർ ഇപ്പം ഒരമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്നവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്. അവൻ എന്താ ചെയ്തെന്ന് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ആ പയ്യനോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം. പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അവൻ അവന്റേതായ തൊഴിൽ നോക്കി. ഞാൻ പറഞ്ഞ എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഓരോ കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവര് ആരെ പീഡിപ്പിച്ചത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പറയത്തുമില്ല. നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പിന്നെ എങ്ങനെയാ സിസ്റ്റർ എന്നെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉണ്ട്. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവൻ അവന്റേതായ കാര്യം നോക്കി. അവനൊരു ഒന്നുമില്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ, ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കില് അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത് അല്ലേ? തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ
പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവര് ക്യാൻസറിന് മെഡിസിൻ അച്ഛ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. അച്ഛോ അത് വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്ന് ഇട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി. അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് ആ കൊച്ചു പോവാതിരുന്നത്. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോ അവരാണ് അത് പുറത്ത് പറയേണ്ടത്. നോബിൾ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പ് അല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വിഷമമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. അച്ഛൻ ചിലപ്പോ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ, അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവ ഒരിക്കലും ഒരു കാര്യത്തിന് അവരെ കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്ന് അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറം വായിക്കുകയോ വേണ്ട. അച്ഛോ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവരുടെ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതം ഉള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും? പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചു. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ. അച്ഛനെ പോലെ ഒരാള് വന്നിട്ട് അച്ഛൻ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അച്ഛൻ വന്ന് ഞങ്ങളെ ഉപദേശിക്കണം. അച്ഛ ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകള് ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അച്ഛനെ അവനൊന്നും വലിച്ചു കയറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കാണുന്നില്ലേ? രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്നും പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചു. അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെ പറ്റി അറിയത്തില്ല. ഞാൻ പറയുന്ന അച്ഛൻ ഇതിനെ ഇത് കൂടുതൽ അച്ഛന് അറിയത്തില്ല. അതാണ് കാര്യം. അച്ഛൻ അറിയത്തില്ല. വേറൊരു സ്ഥലത്താണ്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ അച്ഛൻ ഇനി എന്തെങ്കിലും ആവട്ടെ അച്ഛോ, എന്ത് വേണം ചെയ്യട്ടെ, ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോനെ ഇട്ട് കൊടുക്കരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. എനിക്ക് പറയാനുള്ള വേർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളു അച്ഛാ. അല്ലാണ്ട് അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാനൊരു അമ്മ ആയതുകൊണ്ട് ആ കൊച്ചു 10-40 വയസ്സായ കൊച്ചല്ലേ, 20 വയസ്സ്, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്തേണ്ട ആൾക്കാരാ. നമ്പർ എടുത്ത് വിളിക്കാൻ കാണിച്ച മനസ്സിന് താങ്ക് യു. ഞാൻ തിരക്കിനിടയിലാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പബ്ലിക്കിന് മുമ്പിൽ ഒരു മോശമായ രീതിയിൽ ആ കുട്ടീനെ പറയാൻ ഞാൻ അനുവദിക്കാതെ എന്റെ കാര്യങ്ങൾ വളരെ കെയർ ചെയ്താൽ മുമ്പോട്ട്. എനിക്ക് വേണേ ഇന്ന് പബ്ലിക്ക് പല കാര്യങ്ങളും പറയാമായിരുന്നല്ലോ സിസ്റ്ററെ. അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, ആ കൊച്ചു ആ വീട്ടിലേക്ക് പോകുന്നില്ല. അനിയനെ കാണാൻ മാത്രമേ പോകുന്നുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ആരോടും ഒരു പ്രശ്നം ഉണ്ടാകും. എന്തോ ആയിക്കോട്ടെ, മഹാപാവം പറയണ്ടേ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ വീട്ടുകാർ പറയട്ടെ. എനിക്കൊരു പ്രശ്നമില്ല. അവര് തന്നെയാണ് അച്ഛാ ഈ വീട്ടിലുണ്ടാവുന്ന എല്ലാ കാര്യവും എടുത്തിട്ട് ഓരോരുത്തരുടെ കൈ കൊടുത്തു ഓരോന്ന് ഈ പബ്ലിസിറ്റി ആക്കുന്നത് അവര് തന്നെ. അച്ഛനത് അറിയാത്തതുകൊണ്ടായിരിക്കും. അച്ഛനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. വിളിച്ചതിൽ സന്തോഷം. ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗിന് തുടങ്ങുമായിരുന്നു. ശരി, ഓക്കെ. താങ്ക് യു.